ഹലോ ഗൈസ്, ഇത് ശ്രീലക്ഷ്മി. എൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അനന്തോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് കേക്കൊക്കെ മേടിക്കാനായിട്ട് പുറത്തേക്ക് പോയി. ഇന്ന് സർപ്രൈസായിട്ട് അനന്തോനത്തേക്ക് ഒരു ഫംഗ്ഷനെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ബലൂൺ കെട്ടാനായിട്ട് ആളെ വേണമല്ലോ. ആളെ തികയാത്തോണ്ട് ഞാൻ അനന്തോനെ തന്നെ വിളിച്ചു. ഗോപിയേച്ചി അനന്തോ ഞാനും കൂടെ ഡെക്കറേഷൻ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരാൾ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കധികം പണിയൊന്നും ചെയ്യേണ്ടി വന്നില്ല. ബലൂണൊക്കെ കണ്ടപ്പോഴത്തേക്ക് ചക്കിക്കിളി ആകെ അങ്ങോട്ട് പേടിച്ചു. പിന്നെ ഞാൻ കുറേ നേരത്തെ എടുത്തൊക്കെ വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബലൂൺ പെരുക്കലും കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തു കൊടുത്തു. ഗോപിയേച്ചിയാണ് മെയിൻ ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്യുന്നത്. ഞാനും അനന്തോ ജസ്റ്റ് ബലൂൺ പെരുക്കലും കെട്ടാൻ സഹായിക്കലൊക്കെയാണ്. അതിന്റെ ഇടയിൽ ഒരാൾ സൈഡിൽ നിന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. 9:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരോടും ഞാൻ റൂമിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അടുക്കും ഒരുക്കും തുടങ്ങിയിട്ട് മണിക്കൂറിലായിട്ടും ഒരു വിധം റെഡി ആവുന്നില്ലായിരുന്നു. അവസാനം നമ്മൾ ഇതേ പാവയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് റൂം സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ കലാപരിപാടിക്കായിട്ട് ആൾക്കാരൊക്കെ വന്നു. അവിടെ കുറച്ച് ഓളം ആയിക്കോട്ടെ വിചാരിച്ച് ഞാൻ എല്ലാവരുടെ കയ്യിലും PP വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ബോയ് ആനന്ദ് റെഡിയായി വരുന്ന കാഴ്ചയാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ആനന്ദു. അതിനുശേഷം എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. ഇതാ വരുന്നു നമ്മുടെ ഹോസ്റ്റലിന്റെ അഭിമാന കഞ്ചുകമായ അബിൻ ചേട്ടൻ. പിന്നെ ആരവങ്ങൾ കേട്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അനന്തോന്റെ ബർത്ത്ഡേ നമ്മൾ നന്നായിട്ട് തന്നെ ആഘോഷിച്ചു. ഹോസ്റ്റൽ ലൈഫിൽ ഏറ്റവും നല്ലൊരു മെമ്മറി ആയിട്ട് ഇത് അനന്തോന്റെ മനസ്സിൽ എന്നും കിടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.